ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 7-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. PSC എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് LGS എക്സാം. അപ്പോൾ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ പരിശീലിക്കുന്ന ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് ഇനി വരുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ടാലന്റിന്റെ PYQ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. 30 സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതിൽ വരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് 3000-ഓളം എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. അതിന്റെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ തപ്പേണ്ട ആവശ്യമില്ല. ഓരോ PYQയും എടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒക്കെ വേറെ നോക്കി പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ടാലന്റിന്റെ ഈ ഒരു LGS PYQ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷൻ എക്സാം LGS കോർപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു വഴികാട്ടിയാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് ടാലന്റിൽ നിന്ന് ഈ ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ആരും മറന്നു പോകരുത്, ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതെന്നാണ്? ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. എന്താണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ് എന്താണ് ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം എന്താണ് പരിസ്ഥിതി ദിനമായിരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന റാംസർ സൈറ്റുകളിലെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഒരു റാംസർ സൈറ്റ് ആണ് എന്താണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. ഇനി ഏത് സംസ്ഥാനത്താണ് ഈ ഒരു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഉത്തർപ്രദേശിലെ ബല്ലിയ എന്നുള്ള ജില്ലയിലാണ് എന്താണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു പക്ഷി സംഘത്തെ സുർഹാ താൽ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഒരു പക്ഷി സംഘത്തെ? എന്താണ്? സുർഹ. ഓർത്തു വെക്കുക, സുർഹാ താൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയെന്ന് പറഞ്ഞു? ഉത്തർപ്രദേശിലാണ്, ബല്ലിയ ജില്ലയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ് ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ 99ാമത്തെ റാംസർ സൈറ്റ് ഏതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ അടുത്തിടെ തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ 99ാമത്തെ റാംസർ സൈറ്റ് ഏതായിരുന്നു? ഷേഖാജിൽ പക്ഷി സങ്കേതമായിരുന്നതാണ്. ഷേഖാജിൽ പക്ഷി സങ്കേതമായിരുന്നു എന്താണ് ഇന്ത്യയുടെ 99ാമത് റാംസർ സൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതും എവിടെ നിന്നാണെന്ന് ഓർത്ത് വെക്കുക, ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. എന്താണ്? ഉത്തർപ്രദേശിലെ തന്നെ ഒരു പക്ഷി സങ്കേതമായിരുന്നു എന്നാണ് ഷേഖാജിൽ എന്നുള്ളത്. അതായിരുന്നു ഇന്ത്യയുടെ 99ാമത് റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്നതാണ്, കുറെ നാളുകളായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് റാംസർ സൈറ്റുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കുക, തമിഴ്നാടാണ്. അങ്ങനെയാണെങ്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ എത്ര റാംസർ സൈറ്റുകളാണ്? 13 റാംസർ സൈറ്റുകൾ ആയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ എത്രയായിരിക്കുകയാണ്? 13 ആയിരിക്കുകയാണ്. 13ാമത്തെയാണ് എന്താണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ്? അത് UK ആണ്. UK-യിലാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത്. 2ാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ്. മെക്സിക്കോയിലാണ് എന്താണ് പിന്നീട് 2ാം സ്ഥാനത്ത് ഈ ഒരു റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ വരുന്നത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക, മെക്സിക്കോയാണ്. ഇനി ഇന്ത്യ എത്രാമതാണെന്ന് ഓർത്തു വെക്കുക, 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്താണ് എന്താണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യ വരുന്നത് എത്രാം സ്ഥാനത്താണ്? 3ാം സ്ഥാനത്താണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതെന്നാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. അതെന്താണ്? സുർഹാ താൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക, UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്, ബല്ലിയ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, മാരുതി സുസുക്കിയാണ്. എന്താണ്? മാരുതി സുസുക്കിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാറിന്റെ പ്രത്യേകത എന്താണ്? എഥനോൾ, പെട്രോൾ എന്നിവയുടെ മിശ്രിതങ്ങൾ എന്താണ് മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു കാർ ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു ഫ്ലെക്സ് ഇന്ധന കാർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മാത്രമല്ല ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ ഫ്ലെക്സ്
ഇന്ധന കാർ പുറത്തിറക്കിയിരിക്കുന്നത് ആരാണ്? മാരുതി സുസുക്കി ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. എന്താണ്? നിതിൻ ഗഡ്കരിയാണ് നമ്മുടെ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി. അതേപോലെ തന്നെ നമ്മുടെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരാണ്? അത് ഹർദീപ് സിംഗ് പുരിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? നമ്മുടെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരാണെന്ന് ഓർത്ത് വെക്കുക? ഹർദീപ് സിംഗ് പുരിയാണ്. അപ്പൊ നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയത് മാരുതി സുസുക്കിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? എഥനോൾ, പെട്രോൾ എന്നിവയുടെ മിശ്രിതങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള തയ്യാറാക്കിയിട്ടുള്ള ഒരു കാറാണിത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മെച്ചപ്പെട്ട സഹകരണത്തിനും സാങ്കേതിക പങ്കിടലിനും വേണ്ടി ഇന്ത്യയുമായി ചേർന്ന് ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി ആരംഭിച്ച രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് ഓർത്ത് വെക്കുക? UK ആണ് കേട്ടോ. UK ആണ്. അപ്പോൾ ആൻസർ എന്താണെന്ന് ഓർത്ത് വെക്കുക? UK ആണ്. എന്താണ് പ്രത്യേകത? ഇന്ത്യയും അതേപോലെ UKയും ചേർന്നിട്ട് എന്താണ് ഒരു ഒബ്സർവേറ്ററി കൊണ്ടുവന്നിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ്? ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? മെച്ചപ്പെട്ട സഹകരണത്തിനും അതേപോലെ സാങ്കേതിക വിദ്യയൊക്കെ പങ്കിടുന്നതിനും വേണ്ടിയിട്ടാണ് രണ്ട് രാജ്യങ്ങളും ചേർന്നിട്ട് ഇത്തരത്തിൽ എന്താണ് ഒരു ഒബ്സർവേറ്ററി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ധാതുക്കളുടെയും അതേപോലെ ഓരോ സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ എന്ന തടസ്സമില്ലാതെ തന്നെ അവർക്ക് എന്താണ് സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്? ഇന്ത്യയും അതേപോലെ തന്നെ UKയും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഒബ്സർവേറ്ററി അടുത്തിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി ടാലന്റിന്റെ ഒരു ഓഫറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇനി വരുന്ന LP UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. താഴെ തന്നിട്ടുള്ള ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ന്യൂ SCRT പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടാലന്റിന്റെ ഈ ഒരു റാങ്ക് ഫെയർ. ഉടൻ തന്നെ റാങ്ക് ഫെയർ സ്വന്തമാക്കും, നല്ല രീതിയിൽ പഠിക്കൂ. 2027-28 കാലയളവിലേക്ക് UN സുരക്ഷാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഓസ്ട്രിയ, കിർഗിസ്ഥാൻ, പോർച്ചുഗൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ് 2027-28 കാലയളവിലേക്ക് UN സുരക്ഷാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2027 ജാനുവരി 1 മുതൽ 2028 ഡിസംബർ 31 വരെ ആയിരിക്കും ഈ രാജ്യങ്ങളുടെ ഈ ഒരു 5 രാജ്യങ്ങളുടെ എന്താണ് സമയം എന്ന് പറയുന്നത്, കാലയളവ് എന്ന് പറയുന്നത്. ഇനി UN സുരക്ഷാ കൗൺസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എത്ര മെമ്പേഴ്സ് ആണുള്ളത്. ആകെ 15 മെമ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ അതിൽ 5 അംഗങ്ങൾ എന്താണ് സ്ഥിര അംഗങ്ങളായിരിക്കും, പെർമനന്റ് അംഗങ്ങളായിരിക്കും. എന്താണ് 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആ പെർമനന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചൈന, അതേപോലെ ഫ്രാൻസ് ഉണ്ട്, റഷ്യയുണ്ട്, ഇനി എന്താണ് UK ഉണ്ട്, US ഉണ്ട്. ഈ 5 രാജ്യങ്ങൾ എന്താണ് UNന്റെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗങ്ങളാണ്, പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഇനി ബാക്കിയുള്ള 10 പേരിൽ എന്താണ് 5 പേര് വെച്ചിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കും. 5 രാജ്യങ്ങൾ വെച്ച് എന്താണ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 2027-28 വർഷത്തേക്ക് വന്നിരിക്കുന്ന 5 രാജ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ നിലവിൽ എന്താണ് ഈ ഒരു സുരക്ഷാ കൗൺസിലിലെ അംഗമായിട്ട് ഇപ്പോൾ എന്താണ് അംഗമല്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് റൊട്ടേഷൻ അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് ഇന്ത്യ ഈ ഒരു കൗൺസിലിൽ അംഗമായിട്ടുണ്ട്, ഇപ്പോൾ നിലവിൽ എന്താണ് അംഗമല്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ 10 അംഗങ്ങൾ എന്താണ് അവർ പെർമനന്റ് മെമ്പേഴ്സ് അല്ല, നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ അവരെന്താണ് മാറിക്കൊണ്ടിരിക്കും. 5 രാജ്യങ്ങൾ വെച്ചിട്ട് ഓരോ വർഷങ്ങളിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 വർഷത്തേക്കാണ് എന്താണ് ഈ രാജ്യങ്ങളുടെ കാലയളവ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ 2027 മുതൽ 28 അവസാനം വരെ വന്നിരിക്കുന്ന എന്താണ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓസ്ട്രിയ, കിർഗിസ്ഥാൻ, പോർച്ചുഗൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത പോയിന്റ് ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനികളിൽ ഒന്നായ പൊട്ടറ്റോ പാച്ച് കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, കടമത്ത് ദ്വീപിന് സമീപമായിട്ടാണ്. എവിടെയാണ്? കടമത്ത് ദ്വീപിന് സമീപമായിട്ടാണ് ഈ ഒരു എന്താണ് കോളനി, അതായത് പവിഴപ്പുറ്റു കോളനികളിൽ ഒന്നായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനികളിൽ ഒന്നായിട്ടുള്ള പൊട്ടറ്റോ പാച്ച് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക, കടമത്ത് ദ്വീപിലാണ്. എവിടെയാണ്? കടമത്ത് ദ്വീപിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ വരുന്ന എന്താണ് കടമത്ത് ദ്വീപിലാണ് ഇത്തരത്തിലൊരു പവിഴപ്പുറ്റ കോളനിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർ പറയുന്നത് 700 മുതൽ 1800 വർഷം വരെ ഇതിന് പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 4250 ചതുരശ്ര മീറ്റർ ആണ്
എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4250 എന്താ ചതുരശ്ര മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് കണ്ടെത്തപ്പെട്ടത്? കടമത്ത് ദ്വീപിലാണ്, ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിലാണ് എന്താണ് ഈ ഒരു പവിഴപ്പുറ്റ് കണ്ടെത്തിയത്. എന്താണ് പൊട്ടറ്റോ പാച്ച് എന്നുള്ള ഇതിനെ കണ്ടെത്തിയത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മുടെ ലോകത്ത് എന്താണ് ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിൽ ഒന്നായിട്ടാണ് എന്താണ് ഈ ഒരു പൊട്ടറ്റോ പാച്ചിനെ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഇതാണ്. ഉപയോക്താക്കൾക്കായി ഗൂഗിൾ നൽകുന്ന AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ്. നോട്ട് ചെയ്ത് വെക്കാം, ബ്രിട്ടൻ ആണ് കേട്ടോ. ബ്രിട്ടൻ ആണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി ആണ് ഇത്തരത്തിൽ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപയോക്താക്കൾക്ക് ഗൂഗിൾ നൽകുന്ന ഈ ഒരു AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത ബുദ്ധി AI സേവനങ്ങൾക്കുള്ള ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക, ബ്രിട്ടൻ ആണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഒരു കണ്ടുപിടുത്തമാണ്. എന്താണ്? അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നും പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ഏതെന്നാണ് നോക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഹംബോൾഡിയ നൈരിയാന എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി കണ്ടെത്തിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. പാലോടുള്ള ജവഹർലാൽ നെഹ്റു ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു? ഹംബോൾട്ടിയ എന്താണ് നൈരിയാന എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു പേര് നൽകിയതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡന്റെ മുൻ ഡയറക്ടർ ആയിരുന്ന GM നായരോടുള്ള, ആരോടാണെന്ന് ഓർത്ത് വെക്കുക, GM നായർ. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു എന്താണ് സസ്യത്തിന് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത്. എന്താണ്? ഹംബോൾട്ടിയ നൈരിയാന എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ്? അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സസ്യത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഹംബോൾട്ടിയ നൈരിയാന എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു ജീവിയുടെ കണ്ടുപിടുത്തമാണ് നമ്മൾ നോക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ ടാർഡിഗ്രേഡ് ഇനം ഏതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ആക്ടിനാർക്ടസ് ഒഡീസി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്താണ്? ആക്ടിനാർക്ടസ് ഒഡീസി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതെന്താണെന്ന് ഓർത്തു വെക്കുക. ഇത് എന്ത് ജീവിയാണ്? ടാർഡിഗ്രേഡ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഒരു ടാർഡിഗ്രേഡ് ഇനമാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ് ഇതെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് കണ്ടെത്തിയത്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയിലുള്ള എന്താണ് മാർക്കണ്ടി ബീച്ചിന്റെ അടുത്തു നിന്നാണ് ഈ ഒരു ജീവിയെ അല്ലെങ്കിൽ ഈ ഒരു ടാർഡിഗ്രേഡ് ഇനത്തെ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഇതിന്റെ പേര് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിലെന്താണ്? ഒഡീസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ആക്ടിനാർക്ടസ് ഒഡീസി എന്ന് നൽകിയിരിക്കുന്ന ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്? നമുക്കറിയാം ഒഡീഷയുടെ ഒരു തനത് കലാരൂപമാണ് ഒഡീസി എന്ന് പറയുന്നത്. ഈ ഒഡീസി നൃത്തത്തിൽ കൈവരിച്ച് നിൽക്കും പോലെയാണ് ഇതിന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തോട് സാദൃശ്യം അങ്ങനെ തോന്നിയതിനാണ് ജീവിക്കുന്നതാണ് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു? ബംഗാൾ ഉൾക്കടലിലെ ഒഡീഷയുടെ തീരത്തുള്ള എന്താണ് മാർക്കണ്ടി ബീച്ചിനടുത്ത് നിന്നാണ് ഈ ഒരു ജീവിയെ കണ്ടെത്തിയത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് നോക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക, ആർ പ്രജ്ഞാനന്ദയാണ്. ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. എന്താണ്? നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ 2026 നടന്നിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ എന്താണ് അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. ആർ പ്രജ്ഞാനന്ദ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 2026 ഈ ഒരു മത്സരം നടന്നത് ഓസ്ലോയിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫൈനലിൽ അദ്ദേഹം ജർമ്മനിയുടെ വിൻസെന്റ് കീമറയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം ജയിച്ച് ആർ പ്രജ്ഞാനന്ദ ഇന്ത്യയിൽ ഈ ഒരു നേട്ടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ജൂണിൽ അന്തരിച്ച മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും അതേപോലെ ഭരണഘടനാ വിദഗ്ധനുമായ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കുക. സുഭാഷ് കശ്യപാണ്. ആരാണ്? സുഭാഷ് കശ്യപാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം, അതേപോലെ ഭരണഘടനാ വിദഗ്ധനുമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം അന്തരിച്ചത് 2026 ജൂണിലാണ്. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCERT പാഠഭാഗങ്ങൾ. അപ്പോൾ ഈ SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നവർക്കും പഠിച്ചു തീർന്നവർക്കും എങ്ങനെയാണ് ഈ ഒരു SCERT പാഠഭാഗങ്ങളിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാലന്റ് തയ്യാറാക്കിയതാണ് അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ഈ ഒരു ബുക്ക്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സയൻസും സോഷ്യൽ സയൻസിനും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒറ്റ ബുക്കാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ഈ ഒരു SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക്
നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ PSCയുടെ ഏതൊരു എക്സാം ആയിക്കോട്ടെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പരിശീലിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ആണ് നമ്മൾ നോക്കിയത്. ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. അപ്പോൾ എന്താണ്? സുർഹാ താരം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയത് ആരെന്നാണ്? മാരുതി സുസുക്കിയാണെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയത്. അപ്പോൾ എന്താണ്? എഥനോളും അതേപോലെ പെട്രോളും എന്താണ് അതിന്റെ മിശ്രിതങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കാർ തയ്യാറാക്കിയിട്ടുള്ളത്. മാരുതി സുസുക്കിയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കിയത് മെച്ചപ്പെട്ട സഹകരണത്തിനും സാങ്കേതിക പങ്കിടലിനും വേണ്ടിയിട്ട് ഇന്ത്യയും അതേപോലെ UK ചേർന്നുകൊണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി ആരംഭിച്ചു എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയോടൊപ്പം ഇതിനു വേണ്ടി സഹകരിച്ച രാജ്യം ഏതാണ്? UK ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ലോകത്തെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിൽ ഒന്നായ പൊട്ടറ്റോ പാച്ച് കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണ് നോക്കിയത്? ലക്ഷദ്വീപിലെ കടമത്ത ദ്വീപിന് സമീപമായിട്ടാണ് ഇതിനെ കണ്ടെത്തപ്പെട്ടത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിൽ ഒന്നായിട്ടാണ് പൊട്ടറ്റോ പാച്ച് കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 2027-28 കാലയളവിലേക്ക് UN സുരക്ഷാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് നോക്കിയത്. അപ്പോൾ ഓസ്ട്രിയ, കിർഗിസ്ഥാൻ, പോർച്ചുഗൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളാണ് 2027-28 കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഉപയോക്താക്കൾക്കായി ഗൂഗിൾ നൽകുന്ന AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് നോക്കിയത്. ബ്രിട്ടൻ ആണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സസ്യത്തിന്റെ കണ്ടുപിടുത്തമാണ് നോക്കിയത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ് ആ സസ്യം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഹംബോൾട്ടിയ നൈരിയാന എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത്. അത് കണ്ടെത്തിയത് ആരാണെന്ന് പറഞ്ഞു? പാലോട് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്? ഒരു ടാർഡിഗ്രേഡിനെ കണ്ടെത്തിയ കാര്യമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ബംഗാൾ ഉൾക്കടൽ ഈ ഒഡീഷയിലെ മാർക്കണ്ടി എന്നുള്ള ബീച്ചിനടുത്ത് നിന്നാണ് ഈ ഒരു ജീവിയെ കണ്ടെത്തിയത്. അപ്പോൾ അതിന്റെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ് ആക്ടിനാറ്റസ് ഒഡീസി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒഡീഷയിലെ കലാരൂപമായ ഒഡീസിയുടെ കൈവിരിച്ചുള്ള ഒരു രൂപസാദൃശ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് നൽകിയത്. പിന്നീട് നമ്മൾ നോക്കിയത് നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്? R പ്രജ്ഞാനന്ദയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് മത്സരം നടന്നതെന്ന് പറഞ്ഞു? 2026 ഓസ്ലോയിൽ നടന്ന മത്സരത്തിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു വിയോഗമാണ് നോക്കിയത്. 2026 ജൂണിൽ അന്തരിച്ച മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ വ്യക്തി ആരാണ്? സുഭാഷ് കശ്യപാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം. 2026 ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ നെൽമണി, ഓപ്ഷൻ ബി കതിര്, ഓപ്ഷൻ സി കാർഷികം, ഓപ്ഷൻ ഡി കൃഷിപ്പാട്. അടുത്ത ചോദ്യം ഇതാണ്: 2026 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ഡെൽസെ റോഡ്രിഗസ് ഏത് രാജ്യത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വെനിസ്വല, ഓപ്ഷൻ ബി കൊളംബിയ, ഓപ്ഷൻ സി ക്യൂബ, ഓപ്ഷൻ ഡി മെക്സിക്കോ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അസർബൈജാൻ ആയിരുന്നു. അടുത്ത ചോദ്യം ഇതായിരുന്നു: ആരവല്ലി മലനിരകളുടെ കൃത്യമായ ഏകീകൃത നിർവചനം നൽകുന്നതിനായി സുപ്രീം കോടതി രൂപം നൽകിയ 5-അംഗ ഉന്നതാധികാര സമിതിയുടെ ചെയർപേഴ്സൺ ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാഞ്ചൻ ദേവിയാണ് ഈ ഒരു സമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വന്നത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.